ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാനഡയുടെ ക്ഷണം. ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി. പരസ്പര ബാങ്കിംഗ് ബന്ധം ശക്തിപ്പെടുത്താനും വ്യാപാര ഇടപാടുകൾ ദേശീയ കറൻസികളിൽ നടത്താനും ഇന്ത്യയും മധ്യേഷ്യൻ രാജ്യങ്ങളും തമ്മിൽ ധാരണ. ഭീകരതയ്ക്കെതിരെ സഹിഷ്ണുതയില്ലാതെ പൊരുതാനുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച് 10 ബ്രിക്സ് രാജ്യങ്ങളിലെ പാർലമെന്റുകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇന്ന് ബക്രീദ്. ആശംസ നേർന്ന് രാഷ്ട്രപതി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരം ആര്യാന സബലങ്കയും 2-ാം സീഡ് കൊക്കോ ഗൌഫും ഏറ്റുമുട്ടും. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ. വാർത്തകൾ വിശദമായി. ഈ മാസം അവസാനം കാനഡയിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളായി ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ന്യൂഡൽഹിയിൽ കസാഖിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക്, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ സാമ്പത്തിക സഹകരണം, വിപുലീകരിച്ച കണക്ടിവിറ്റി, മെച്ചപ്പെട്ട പ്രതിരോധ സുരക്ഷാ സഹകരണം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ശ്രീ മോദി പങ്കുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച മധ്യേഷ്യൻ വിദേശകാര്യമന്ത്രിമാർ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു. അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച UN സമഗ്ര ഉടമ്പടി ഉടൻ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയും മധ്യേഷ്യൻ പങ്കാളികളും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 4-ാമത് ഇന്ത്യ മധ്യേഷ്യ സംഭാഷണത്തിന്റെ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാപാരം, നിക്ഷേപം, വിനോദസഞ്ചാരം, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ബാങ്കിംഗ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ദേശീയ കറൻസികളിൽ വ്യാപാരം നടത്താനും ധാരണയായി. ഭീകരതയ്ക്കെതിരെ സഹിഷ്ണുതയില്ലാതെ പൊരുതാനുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച് 10 ബ്രിക്സ് രാജ്യങ്ങളുടെ പാർലമെന്റുകൾ. ബ്രസീലിൽ ചേർന്ന 11-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിലാണ് ധാരണ. ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് നയിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം, ആഗോള വ്യാപാരം, സമ്പദ് വ്യവസ്ഥ, അന്തർ പാർലമെന്ററി സഹകരണം, ആഗോള സമാധാനം തുടങ്ങിയ വിഷയങ്ങളിൽ ഫോറം വിശാലമായ സമവായത്തിലെത്തി. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിലും ഭരണത്തിലും സുതാര്യത കൊണ്ടുവരാൻ ഉമ്മീദ് പോർട്ടലിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. പുതിയ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, വഖഫ് വിശദാംശങ്ങൾ ഫയൽ ചെയ്യൽ, വഖഫ് രജിസ്റ്ററിന്റെ പരിപാലനം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പോർട്ടൽ കേന്ദ്രമന്ത്രി പുറത്തിറക്കി. आज जब हमने पोर्टल लॉन्च किया तो इसका नाम है उम्मीद सेंट्रल पोर्टल और ये उम्मीद है यूनिफाइड वक्फ मैनेजमेंट एफिशिएंसी एम्पावरमेंट एंड डेवलपमेंट का जो थीम के साथ काम कर रहा है. इसमें देश में जितना वक्फ प्रॉपर्टी है आज तक जो रजिस्टर्ड है, रिकॉग्नाइज्ड है, आइडेंटिफाइड है, उसका आज से जितना मुतवलिस है उनको कहा गया कि पोर्टल पे अपलोड करना शुरू कर देंगे और 6 महीने का वक्त दिया है. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബക്രീദ് ആഘോഷിക്കുന്നു. രാജ്യത്തുടനീളമുള്ള ഈദ്ഗാഹുകളിലും പള്ളികളിലും ഈദ് നമസ്കാരം നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസ നേർന്നു. സമൂഹത്തിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ബക്രീദ് നൽകുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കേരളത്തിലും ബലിപെരുന്നാൾ ദിനം രാവിലെ വിശ്വാസികൾ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും എത്തിത്തുടങ്ങി. ആത്മസമർപ്പണത്തിന്റെ ജീവിക്കുന്ന മാതൃകകളാവാനാണ് ബലിപെരുന്നാൾ ആഹ്വാനം ചെയ്യുന്നത്. ദൈവകൽപ്പനയ്ക്ക് മുന്നിൽ എല്ലാം സമർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസത്തിന്റെ ഉദ്ഘോഷണ സുദിനമാണ് ബലിപെരുന്നാൾ. പ്രവാചകൻ ഇസ്മായിൽ നബി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ ദൈവപ്രീതിക്കായി ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ സവിശേഷ സന്ദർഭം. ഇസ്മായിലിന്റെ ത്യാഗസന്നദ്ധതയിൽ പ്രീതിപ്പെട്ട ദൈവം ആടിനെ ബലി നൽകാനുള്ള സന്ദേശം നൽകുകയായിരുന്നു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും കരുണയുടെയും പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും എല്ലാം ആകെത്തുകയാണ് ബലിപെരുന്നാൾ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ സമാപനം കൂടിയാണ് ഈദുൽ അദ്ഹ അഥവാ ബക്രീദ്. കോഴിക്കോട് ചാലിയം ജുമാ മസ്ജിദിൽ കാന്തപുരം AP അബൂബക്കർ മുസലിയാർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകും. കോഴിക്കോട് പാളയം മൊഹിയുദ്ദീൻ പള്ളിയിൽ ഇമാം ഹുസൈൻ മടവൂരും നമസ്കാരത്തിന് നേതൃത്വം നൽകും. പെരുന്നാൾ നമസ്കാര ശേഷം ത്യാഗസന്നദ്ധതയുടെ വിളംബരമായി ബലികർമ്മവും വിതരണവും വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും.
വിശ്വാസികൾ ഇന്ന് രോഗികൾ, വയോധികർ തുടങ്ങിയവരെ സന്ദർശിക്കുന്നതിനും ഗൃഹസന്ദർശനങ്ങളിലും സ്നേഹവിരുന്നുകളിലും പങ്കെടുക്കും. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി വാർത്തകളുടെ ബലിപെരുന്നാൾ ആശംസകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥി M. സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറുമാണ് മത്സരരംഗത്തെ പ്രമുഖർ. ബലിപെരുന്നാൾ ദിനമായ ഇന്ന് LDF, UDF, NDA മുന്നണികൾ പരസ്യ പ്രചാരണം ഒഴിവാക്കി പള്ളികളിലും വീടുകളിലും സന്ദർശനം നടത്തി വോട്ട് തേടും. 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട ചൊല്ലാനൊരുങ്ങി രാഷ്ട്രീയ കേരളം. ഭൌതികദേഹം ഇന്ന് രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ശാന്തി കവാടത്തിൽ. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. 3 തവണ രാജ്യസഭാ MP, 2 തവണ വീതം നിയമസഭാംഗം, KPCC അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ 11 പേർ മരിച്ച സംഭവത്തിൽ കർണാടക പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പരിപാടിയുടെ സംഘാടനത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് RCB ഫ്രാഞ്ചൈസി, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ, RCBയുടെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം തുടങ്ങിയവർക്കെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അതേസമയം ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ തൽക്കാലം നടപടി സ്വീകരിക്കരുതെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചു. മഹാരാഷ്ട്രയിൽ 1 കോടിയിലധികം രൂപയുടെ സംയുക്ത പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന 12 നക്സലൈറ്റുകൾ കീഴടങ്ങി. ഗഡ്ചിരോളി ജില്ലയിൽ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയ സംഘത്തിന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഭരണഘടനയുടെ പകർപ്പ് സമ്മാനിച്ചു. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തി ജില്ലയിലെ നക്സൽ ബാധിത ഗ്രാമം അദ്ദേഹം സന്ദർശിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരം ആര്യാന സബലെങ്കയും 2ാം സീഡ് കൊക്കോ ഗൌഫും ഏറ്റുമുട്ടും. ഇതാദ്യമായാണ് സബലെങ്ക ഫ്രഞ്ച് ഓപ്പണിന്റെ ഫൈനലിലെത്തുന്നത്. കൊക്കോയുടെ 2ാം ഫൈനലാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലസ് അൽക്കാരസും നാളെ കളത്തിലിറങ്ങും. ഇന്നലെ 2ാം സെമിയിൽ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്നർ ഫൈനലിലേക്ക് കുതിച്ചത്. ഇറ്റലിയുടെ ലോറൻസോ മുസെറ്റി പരിക്കേറ്റ് പിന്മാറിയതിനെ തുടർന്നാണ് നിലവിലെ ചാമ്പ്യനായ അൽക്കാരസ് ഫൈനലിലെത്തിയത്. 5 തവണ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസൺ തന്റെ 7ാമത്തെ നോർവേ ചെസ് കിരീടം സ്വന്തമാക്കി. അവസാന റൌണ്ടിൽ അർജുൻ എറിഗൈസിക്കെതിരെ സമനില വഴങ്ങിയതിനു ശേഷമാണ് കിരീടനേട്ടം. നാടകീയമായ അവസാന റൌണ്ടിൽ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാന നിലവിലെ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിനെ പരാജയപ്പെടുത്തി. ഗുഗേഷ് 14.5 പോയിന്റുമായി 3ാം സ്ഥാനത്തെത്തിയപ്പോൾ ഫാബിയാനോ 15.5 പോയിന്റുമായി 2ാം സ്ഥാനം നേടി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ 2 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിനായി ഷിംലയിലെത്തി. ഇന്ന് സോളൻ ജില്ലയിലെ നൌനിയിലുള്ള YS പർമാർ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഫോറസ്ട്രി സർവകലാശാലയിലെ ഗവേഷകരുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നതിനായി US മന്ത്രിസഭാ പ്രതിനിധികൾ തിങ്കളാഴ്ച ലണ്ടനിൽ ചൈനീസ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനെ തുടർന്ന് വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമായതിനു പിന്നാലെയാണ് പ്രഖ്യാപനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഇതു സംബന്ധിച്ച് നടത്തിയ ടെലിഫോൺ സംഭാഷണം ഫലപ്രദമായിരുന്നുവെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗ്ലാദേശിൽ അടുത്ത വർഷം ഏപ്രിലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാനഡയുടെ ക്ഷണം. ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി. പരസ്പര ബാങ്കിംഗ് ബന്ധം ശക്തിപ്പെടുത്താനും വ്യാപാര ഇടപാടുകൾ ദേശീയ കറൻസികളിൽ നടത്താനും ഇന്ത്യയും മധ്യേഷ്യൻ രാജ്യങ്ങളും തമ്മിൽ ധാരണ. ഭീകരതയ്ക്കെതിരെ സഹിഷ്ണുതയില്ലാതെ പൊരുതാനുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച 10 ബ്രിക്സ് രാജ്യങ്ങളിലെ പാർലമെന്റുകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇന്ന് ബക്രീദ്. ആശംസ നേർന്ന് രാഷ്ട്രപതി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരം ആര്യാന സബലെങ്കയും 2ാം സീഡ് കൊക്കോ ഗൌഫും ഏറ്റുമുട്ടും. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.